രാജ്നാഥ് സിംഗും നിതിൻ ഗഡ്കരിജിയും ഉൾപ്പെടെയുള്ള ആളുകൾ ആ വേദിയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ പുതിയ അഖിലേന്ത്യാ അധ്യക്ഷനെ ആശീർവദിക്കുന്ന ദൃശ്യം അത് നേരിട്ട് കാണാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ പ്രസ്ഥാനം അങ്ങനെയാണ്. ഈ പ്രസ്ഥാനം കരുത്തുറ്റ കാലഘട്ടങ്ങളോളം പ്രവർത്തിച്ച നാരായ വേരുകളായിട്ടുള്ള പ്രവർത്തകന്മാരുടെ ഹൃദയത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ പരിശ്രമിക്കുമ്പോൾ അവിടെ ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരികളുടെയും അതുപോലെ തന്നെ വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്നവരുടെയും എല്ലാം കൂട്ടായിട്ടുള്ള ഒരു വലിയ മേളനമാണ് നമ്മുടെ പ്രസ്ഥാനത്തിനകത്ത് നമ്മൾ കാണുന്നത്. ചില ആളുകൾ ചോദിച്ചു, ആരാണ് നിങ്ങളുടെ പുതിയ അഖിലേന്ത്യാ അധ്യക്ഷൻ? നമ്മുടെ പുതിയ അഖിലേന്ത്യാ അധ്യക്ഷൻ അദ്ദേഹം കേവലം 26 വയസ്സിനുള്ളിൽ MLA ആയി വിജയിക്കപ്പെട്ട ഒരാളാണ്. നമ്മുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വീണ്ടും 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 ജനങ്ങൾ വിജയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു MLA ആണ്. നമ്മുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ നാട്ടിലെ സംസ്ഥാനത്തെ 2 മന്ത്രിസഭാ വകുപ്പുകൾ 2 വകുപ്പുകൾ കൈകാര്യം ചെയ്ത ആ സംസ്ഥാനത്തിന്റെ മന്ത്രിയായി അദ്ദേഹത്തിന്റെ പരിണിത പ്രജ്ഞത തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷ പദവി ഏറ്റെടുത്തുകൊണ്ട് 1.5 മണിക്കൂറോളം വരുന്ന സമയം കേരളത്തിലെ എനിക്കും ആ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുമായി അദ്ദേഹം കേരളത്തിന്റെ വരാൻ പോകുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചും കേരളത്തിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചും നമ്മുടെ പ്രസ്ഥാനത്തെക്കുറിച്ചും ഒക്കെ 1.5 മണിക്കൂർ സമയം ചർച്ച ചെയ്തു ഡൽഹിയിൽ. കാരണം വരാൻ പോകുന്ന നാളുകളിൽ നമ്മുടെ രാജ്യത്തിന്റെ സൗത്ത് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള തമിഴ്നാടാകട്ടെ അല്ലെങ്കിൽ കേരളമാകട്ടെ അതുപോലെ തന്നെ മറ്റൊരു സംസ്ഥാനമായിട്ടുള്ള വേറൊരു ദിശയിലുള്ള സംസ്ഥാനമായിട്ടുള്ള പശ്ചിമ ബംഗാളിലെയും ആളുകളെ വിളിച്ചിരുത്തി അവരോടെല്ലാം തന്നെ ചോദ്യങ്ങൾ ചോദിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും മാത്രമല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് പോയ ആളുകൾ പറയുന്ന ഓരോ കാര്യങ്ങളും തന്റെ കയ്യിലുള്ള പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിച്ചു. അതിനർത്ഥം നമ്മുടെ അഖിലേന്ത്യാ അധ്യക്ഷന്റെ വരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കളുടെ റിപ്പോർട്ടുകൾ ഇന്ന് രാവിലെ മുതൽ അനസ്യൂതം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര സ്ഥലത്താണ് വിജയിക്കാൻ പോകുന്നത്? അവര് ചോദിക്കുകയാണ്. നമ്മൾ പറയുന്ന പോയിന്റ് എന്താണ്? നമ്മൾ ഓരോരുത്തരും തുടങ്ങിയത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധികാര കസേര കണ്ടിട്ടല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ സഹപ്രവർത്തകന്മാർ ഈ കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിയത്. ഒരു അസംബ്ലിയിൽ ഒരാൾ ജയിച്ച് MLA ആയിട്ട് ആ MLAയുടെ തണലിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാം എന്ന് കരുതിയിട്ടല്ല ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിയത്. ഒരു MP ഇവിടെ നിന്ന് വിജയിച്ചു പോയി, ആ MP ആണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് തീരുമാനമെടുത്തുകൊണ്ടല്ല നമ്മൾ ഓരോരുത്തരും പ്രവർത്തനം തുടങ്ങിയത്. എന്നാൽ ഇന്ന് നമുക്ക് സന്തോഷമുണ്ട്. ഗാലറിയിലിരുന്ന് കളി കാണാൻ പറഞ്ഞ ജനങ്ങളുടെ മുന്നിൽ 75,000 വോട്ടിന് വിജയിച്ച ശ്രീമാൻ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി ഈ ഭരണകൂടത്തിന്റെ ഭാഗധേയം നിർണയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമാൻ ജോർജ് കുര്യൻജി, അദ്ദേഹത്തിന്റെ നാട്ടിൽ പലരും ചോദിക്കാറുണ്ടായിരുന്നു, നമുക്കറിയാം, ചോദിക്കും എന്താണ് ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ വിവിധ ചുമതലകളിൽ പ്രവർത്തിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിനകത്ത് ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ കുറവായിരുന്നു. അദ്ദേഹത്തിന്റെ ആ കാലത്ത് അദ്ദേഹം തുടങ്ങിയത് ചെറിയ വയസ്സിൽ പോലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ആ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന് പടിപടിയായി പ്രവർത്തിച്ച് അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിനാണ് അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിയായിട്ട് ആരാധനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിയും അമിത്ഷാജിയും അദ്ദേഹത്തെ ഭരണകൂടത്തിന്റെ ഭാഗമാക്കി മാറ്റിയിട്ടുള്ളത്. 2 കേന്ദ്രമന്ത്രിമാർ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. 2 കേന്ദ്രമന്ത്രിമാർ സ്വന്തമായിട്ടുള്ള നമ്മൾ കേരളത്തിൽ നിന്ന് കാര്യങ്ങൾ പറയാൻ ഏതൊരു ക്യാബിനറ്റ് മിനിസ്റ്ററുമായിട്ടും സാധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പ്രവർത്തകന്മാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ബജറ്റ് അവതരണം കഴിഞ്ഞപ്പോ ഇവിടത്തെ ഭരണകൂടം ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, എവിടെ പോയി നിങ്ങളുടെ എയിംസ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, 1956 നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ഒരു എയിംസിന്റെ ഉദ്ഘാടനം നടന്നത്. ആ എയിംസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടത് ഇന്ദ്രപ്രസ്ഥത്തിലാണ്, ഡൽഹിയിലാണ്. അന്ന് എയിംസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിന് ശേഷം ഇന്ന് 2026
ഞാനും നിങ്ങളും നിൽക്കുമ്പോ എത്ര കൊല്ലമായി കോൺഗ്രസ് നിങ്ങൾ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് ഭാഗധേയം നിർണയിച്ചത്? നിങ്ങൾ എത്ര വർഷം ഇന്ത്യ ഭരിച്ചു? നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ, കേന്ദ്രത്തിന്റെ പ്രധാനമന്ത്രി കോൺഗ്രസുകാരൻ. എത്ര കാലം നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകി? എന്റെ ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട എയിംസ്, മറ്റൊരു എയിംസ് കേരളത്തിൽ കൊണ്ടുവരാൻ 1/2 ഡസൻ വരുന്ന കേന്ദ്രമന്ത്രിമാർ നിങ്ങൾ ഡൽഹിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു എയിംസ് ഈ കേരളത്തിലെ സാധാരണക്കാരന് വേണ്ടി കൊണ്ടുവരാൻ സാധിച്ചില്ലല്ലോ. അങ്ങനെ സാധിക്കാത്ത ഒരു എയിംസ്, ആ എയിംസിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞോ എയിംസ് ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടാകും? ഞങ്ങൾ പറഞ്ഞോ? ഞങ്ങൾ പറഞ്ഞില്ല. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? കേരളത്തിന് അവകാശപ്പെട്ടതാണ് എയിംസ്. ആ എയിംസ് ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥലത്ത് കേരളത്തിന് കിട്ടുക തന്നെ ചെയ്യുമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി നദ്ദാജി പറഞ്ഞതിന് ശേഷവും വീണ്ടും വീണ്ടും മാധ്യമ സുഹൃത്തുക്കളും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത് എന്താണ്? ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെന്റ് ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുമ്പോൾ എയിംസ് ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളെക്കാൾ കൂടുതൽ ഈ കേരളത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. കാരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും വലിയ ലീഡർ, ലോകം ആരാധിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് രാഷ്ട്രീയക്കാരൻ MLA ആയാൽ, മന്ത്രിയായാൽ, മുഖ്യമന്ത്രിയായാൽ, ഈവൻ കേന്ദ്രമന്ത്രിയായാൽ, പ്രധാനമന്ത്രിയായാൽ പോലും ആരായിരിക്കണം? പിന്നീട് അയാൾ അദ്ദേഹം BJP-കാരൻ മാത്രമല്ല, ഈ നാടിന്റെ സ്വത്താണ്, നാട്ടുകാരുടെ സേവകനാണ് എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന എന്റെ സഹപ്രവർത്തകന്മാർ അഭിമാനത്തോടു കൂടി പറയണം. നമ്മൾ പറയും, ശ്രീമാൻ ജോർജ് കുര്യനും ശ്രീമാൻ സുരേഷ് ഗോപിയും ഇരിക്കുന്ന ഇന്ത്യൻ ഭരണകൂടം കേരളത്തിലേക്ക് എയിംസ് ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥലത്ത് കൊണ്ടുവരുമെന്ന് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാൻ ഞാനും എന്റെ സഹപ്രവർത്തകന്മാരും തയ്യാറാണ്. എന്നാൽ എയിംസ് എവിടെ വേണം എന്ന് ചോദിച്ചപ്പോ കഴിഞ്ഞ ദിവസം ചാനലിൽ ഒരു ചർച്ചയുണ്ടായി. ആ ചർച്ചയിൽ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്തുകൊണ്ട് KV തോമസ് മാഷ് ഡൽഹിയിൽ ഇരുത്തിയിട്ടുണ്ട്. ആ KV തോമസ് മാഷും ഞാനുമായിരുന്നു. ഒരു ഭാഗത്ത് എന്നെ ഇരുത്തി, മറുഭാഗത്ത് KV തോമസ് മാഷ് ഇരുന്നു. തോമസ് മാഷോട് അവതാരകൻ ചോദിച്ചു, നിങ്ങൾ എയിംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 സ്ഥലങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻപാകെ വെച്ചിട്ടുണ്ടോ? KV തോമസ് മാഷ് രാഷ്ട്രീയത്തില് ഏത് സർക്കസും നല്ല രീതിയിൽ പഠിച്ച ആളായതുകൊണ്ട് KV തോമസ് മാഷ് ചർച്ചയിൽ പറഞ്ഞു, ഒരു സ്ഥലം സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്, ഇനിയും വേണമെങ്കിൽ കൊടുക്കാമല്ലോ എന്നാണ് ശ്രീമാൻ KV തോമസ് പറഞ്ഞത്. എന്താ അതിന്റെ അർത്ഥം? ഒരു സ്ഥലമേ കൊടുത്തിട്ടുള്ളൂ. കേരളത്തിന്റെ ഗവൺമെന്റ് ഒരു സ്ഥലമേ എയിംസിന് വേണ്ടി കൊടുത്തിട്ടുള്ളൂ. ചോദിച്ച മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കാതെ ഒരു സ്ഥലം മാത്രം കൊടുക്കുകയും ഞങ്ങൾ 4 സ്ഥലം കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ളതാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയെ രാഷ്ട്രീയ ബഹുമാനം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ പ്രൈം മിനിസ്റ്റർ വേഗത്തിൽ നടക്കുന്ന ആളാണ്. പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ കൈ കൊടുത്ത് കൈ പിടിച്ച് നടത്തിക്കൊണ്ടുവരുന്ന ഒരു കാഴ്ച ഞാനും നിങ്ങളും കേരളത്തിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണല്ലേ? കണ്ടില്ലേ നമ്മളെല്ലാവരും? അങ്ങനെ നടന്നു വരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് എത്ര തവണ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും ഇരുന്നു? എന്തുകൊണ്ട് കേരളത്തിനോട് നിങ്ങൾ അനുഭാവപൂർണമായ സമീപനം ശ്രീമാൻ നരേന്ദ്രമോദി സ്വീകരിക്കുന്നില്ല എന്ന് എന്തുകൊണ്ട് അദ്ദേഹത്തോട് പറയാമല്ലോ? അദ്ദേഹത്തിനോട് ഏത് മുഖ്യമന്ത്രിക്കും സംസാരിക്കാം, അദ്ദേഹത്തിനോട് ഏത് കേന്ദ്രമന്ത്രിക്കും സംസാരിക്കാം. അദ്ദേഹവുമായിട്ട് കത്തെഴുതിക്കൊണ്ട് എനിക്ക് അങ്ങയെ കാണണമെന്ന് ഒരാൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എഴുതുന്ന ആവശ്യത്തിന്റെ മര്യാദക്കനുസരിച്ച് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്ന ഒരു ജനകീയനായിട്ടുള്ള പ്രൈം മിനിസ്റ്ററാണ് ശ്രീമാൻ നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന്
കേരളത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുതകൾ അല്ലെങ്കിൽ സാമഗ്രികൾ അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ പദ്ധതികൾ അത് കിട്ടുന്നില്ലെങ്കിൽ എപ്പോഴെങ്കിലും അടുത്തിരുന്നു കൊണ്ട് അത് പ്രൈം മിനിസ്റ്ററോട് പറയുകയും അത് ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളോട് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നതും ഞാനോ നിങ്ങളോ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മൾ എവിടെയും കേട്ടിട്ടില്ല. എന്താ അതിനർത്ഥം? ചോദിച്ചാൽ കിട്ടും, പക്ഷെ ചോദിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായിക്ക് സൗകര്യമില്ല. എന്താ കാരണം? കാരണം മറ്റൊന്നുമല്ല, ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്രാമത്തിലെ ഒരു സ്കൂളിലേക്ക് 1 കോടി രൂപ കൊടുക്കുന്ന PM ശ്രീ പദ്ധതി വാങ്ങണമെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി KC വേണുഗോപാലിനോട് വിളിച്ചു ചോദിക്കുകയാണ്. KC വേണുഗോപാൽ ഉപദേശിക്കണം. KC വേണുഗോപാൽ പറയുകയാണ് ആ പദ്ധതി വേണ്ട. അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ VD സതീശനല്ല, കേരളത്തിന്റെ യഥാർത്ഥ പ്രതിപക്ഷ ലീഡറായിട്ട് രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്നത് ശ്രീമാൻ KC വേണുഗോപാലാണ്. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയെ ഉപദേശിച്ച് വെടക്കാക്കുന്നതും ഈ KC വേണുഗോപാലാണ്. ഇങ്ങനെ ഇരിക്കുന്ന മിസ്റ്റർ KC വേണുഗോപാല് മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയുകയാണ്, എന്താണ്, നിങ്ങൾ തൽക്കാലം PM ശ്രീ പദ്ധതി വാങ്ങരുത്. അപ്പോ പിണറായി വിജയൻ തീരുമാനമെടുത്തു, എന്താണ്, PM ശ്രീ പദ്ധതി വേണ്ട. എന്താ വാങ്ങിയാൽ കുഴപ്പം? എന്നാൽ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആലോചിക്കണ്ടേ, ഇതേ KC വേണുഗോപാലിന്റെയും ഇതേ VD സതീശന്റെയും പാർട്ടി അവര് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റാണ് കർണാടക ഭരിക്കുന്നത്. ആ കർണാടകയിലേക്ക് PM ശ്രീ പദ്ധതിയുടെ ആനുകൂല്യം വാങ്ങിയില്ലേ? വാങ്ങി. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ്, അവിടേക്ക് ഇതേ ആനുകൂല്യം PM ശ്രീ പദ്ധതിയുടെ ആനുകൂല്യം വാങ്ങിയോ? വാങ്ങി. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ PM ശ്രീ പദ്ധതിയുടെ ആനുകൂല്യം വാങ്ങാം, എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിലേക്ക് PM ശ്രീ പദ്ധതിയുടെ ആനുകൂല്യം വേണ്ട എന്ന് തീരുമാനമെടുത്ത ഒരു മുഖ്യമന്ത്രിയും പ്രതിപക്ഷത്തുള്ള ഒരു പ്രതിപക്ഷവും ചേർന്നുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പരിശ്രമിക്കുകയാണ്. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് കണ്ണൂരിലായിരുന്നു. കണ്ണൂരിൽ അഴീക്കോടില് അവിടെ വളപട്ടണത്തെ നമ്മുടെ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർക്കുള്ള ഒരു സ്വീകരണം, ഒപ്പം അഴീക്കോട് നിയോജക മണ്ഡലത്തില് നമ്മുടെ നീർക്കടവ് എന്ന് പറയുന്ന പ്രദേശത്ത് ഏതാണ്ട് അവിടുത്തെ 4-5 വാർഡുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ വിജയിച്ച് മെമ്പർമാരായിരിക്കുകയാണ്. കണ്ണൂരിലെ അഴീക്കോട് നിയോജക മണ്ഡലത്തില് വിവിധ പ്രദേശങ്ങളിൽ ആ സ്വീകരണത്തിൽ പങ്കെടുക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കണ്ണൂരില് ഒരു ഫ്ലക്സ് ബോർഡ് കണ്ടു. ആ ഫ്ലക്സ് ബോർഡില് കണ്ട ഫോട്ടോ ശ്രീമാൻ VD സതീശന്റെ ഒരു യാത്ര, നവയുഗ യാത്രയുടെ തുടക്കം. ആ ഫ്ലക്സ് ബോർഡ് ഞാൻ അതില് ഒന്ന് നോക്കി ആരൊക്കെയാണ് ആ ഫ്ലക്സ് ബോർഡിൽ ഉള്ളത്. അപ്പൊ രമേശ് ചെന്നിത്തലയെ എവിടെയും കാണുന്നില്ല. ആലപ്പുഴക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയുടെ മുഖം ഇത്ര ചെറിയ ഒരു രൂപത്തില് ആ ഫ്ലക്സ് ബോർഡിൽ വെച്ചിട്ടുണ്ട്. KC വേണുഗോപാലിന്റെ ഫോട്ടോയുണ്ട്, അതുപോലെ തന്നെ VD സതീശന്റെ ഫോട്ടോയുണ്ട്, പാണക്കാട് തങ്ങളുടെ ഫോട്ടോയുണ്ട്, കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഫോട്ടോയുണ്ട്. ആ ഫോട്ടോകൾ വെച്ചുകൊണ്ട് കാസർഗോഡ് മുതൽ ആ യാത്രയുടെ, ഇപ്പൊ ഞാൻ പ്രസംഗിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാനൽ അത് പുറത്തിടുന്നത് കൊണ്ടോ നാളെ മുതൽ ശ്രീമാൻ രമേശ് ചെന്നിത്തലയുടെ വലിയ മുഖം വെച്ച് ഫ്ലെക്സ് അടിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന കേരളത്തിന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രതിപക്ഷ നേതാവിന്റെ റോൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന രമേശ് ചെന്നിത്തലയുടെ പോലും മുഖമില്ലാതെ ആ പരിണിതപ്രജ്ഞത വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഒരു വലിയ യാത്രയുമായിട്ട് മുന്നോട്ട് പോകുന്ന ശ്രീമാൻ VD സതീശനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ കേരളത്തിൽ നടത്തുന്നത്, നിങ്ങളുടെ യാത്രയുടെ പേര് നിങ്ങൾ ഇട്ടത് ഒരു പുതിയ പിറവിയെ കുറിച്ചാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കേരളത്തിൽ ഒരു പുതുപിറവി സൃഷ്ടിക്കാൻ സാധിക്കുക? നിങ്ങളല്ലേ കേരളത്തിൽ എത്രയോ വർഷങ്ങൾ ഭരിച്ചത്. നിങ്ങൾക്കിവിടെ കേരളത്തിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് ഇന്ത്യ മഹാരാജ്യത്ത് ഭരണമുണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നല്ലോ, നിങ്ങൾ കേന്ദ്രവും കേരളവും ഒരുമിച്ച് ഭരിച്ചല്ലോ. അന്നൊന്നും ഒരു പുതുയുഗ പിറവി സൃഷ്ടിക്കാൻ സാധിക്കാത്ത കേരളത്തിലെ കോൺഗ്രസിന് എന്തടിസ്ഥാനത്തിൽ ഈ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുമെന്നുള്ള സൂചനയാണ് ഇവിടുത്തെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ എന്റെ സഹപ്രവർത്തകന്മാർ ഓരോ വീടുകളിലും ചോദിക്കണം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഈ കേരളത്തിൽ ഇന്ന് ഞാനും നിങ്ങളും കാണുന്നത് വികസനമാണോ?